ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടല വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ആദ്യം കടല കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി കടലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 3 വിസിൽ വരുന്നവരെ സിമ്മിലും കൂടെ വെച്ച് മൊത്തം ഒരു 5 വിസിൽ വരുത്തിയിട്ട് നമുക്കിതൊന്ന് നന്നായി തന്നെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കടല വേവുന്ന സമയം കൊണ്ട് അതിലോട്ടുള്ള മസാലയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം നമുക്ക് ഒരു 10 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയെല്ലാം കളറൊന്ന് മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഒരു 3 സവാള കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പച്ചമുളക് നടുവിൽ വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഈ സമയം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ സവാളയിൽ പിടിക്കാനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. കടലയിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് വരുന്നവർ ജസ്റ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് മൂടിയൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. നമുക്ക് കടലയുടെ കൂടെ അരച്ചെടുക്കാനായിട്ടാണ്. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ്സും നല്ല ടേസ്റ്റുമാണ്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലോട്ട് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. ഞാനിപ്പോൾ 3/4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായി തന്നെ ക്രഷ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം. മസാലയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. ഇപ്പോൾ പൊടികളെല്ലാം ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് കടല ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടലയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടല അരച്ചെടുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ ഉള്ളിയും തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലൊരു 2 സ്പൂൺ കടലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കടലയുടെ ഈ വെള്ളത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കണം. നമുക്കിനി വേവിച്ച് വെച്ച കടല ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലയെല്ലാം നല്ല തിക്ക് പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ അരച്ച കടലയും കൂടെ ഞാൻ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് മാത്രം ഗ്രേവി ചേർത്തിട്ടാണ് അരച്ചെടുത്തിരുന്നത്, അതുകൊണ്ട് നല്ല തിക്ക് പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊരു 3 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കണം. നമ്മുടെ കടലയിലോട്ട് മസാലകളെല്ലാം നന്നായി പിടിച്ചു വരാനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. കറി താളിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അല്പം വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് അല്പം ഉള്ളി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ വഴച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തിക്ക് കടലക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ട് ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള കടലക്കറിയാണ്. നമുക്ക് തേങ്ങയൊന്നും അരച്ചെടുക്കാതെ നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്